Good morning, students. Today we are going to start a new lesson of SS. മിസ് ഇന്ന് മാത്സ് മിസ്സിൻ്റെ ക്ലാസ് എടുത്തിട്ടാണ് എസ്സിൻ്റെ ക്ലാസ് എടുക്കുന്നത്. അതായത് നമുക്കിനി ഒരു ചാപ്റ്റർ കൂടെ തീരാനുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും പോർഷൻസ് ഹാഫ് ഇയർലിക്കുണ്ട്. ഫസ്റ്റ് നമ്മൾ ഇച്ചിരി സ്ലോ ആയതുകൊണ്ട് ചാപ്റ്റേഴ്സ് അത്രയും കവർ ചെയ്യാൻ പറ്റിയില്ല. നിങ്ങൾ നന്നായിട്ട് ടെക്സ്റ്റ് ബുക്കൊക്കെ റീഡ് ചെയ്യണം കേട്ടോ. മിസ്സ് ഒത്തിരി ടെക്സ്റ്റിനകത്തുള്ള ക്വസ്റ്റ്യൻ ആൻസർ മാത്രമേ തരുന്നുള്ളൂ. പിന്നെ വൺ വേർഡ് ആൻസർ ആയിരിക്കുമല്ലോ ഹാഫ് ഇയർലിക്ക് കൂടുതൽ. അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് അങ്ങ് വായിച്ചാൽ മതി. ഓക്കെ, മിസ് ഇപ്പം 8th ലെസൺ സ്റ്റാർട്ട് ചെയ്യുവാണേ. ദ വണ്ടർഫുൾ വെസ്റ്റ്. ഫസ്റ്റ് ഗെറ്റ് സെറ്റ് കണ്ടല്ലോ, നിങ്ങൾക്ക് തനിയെ ചെയ്യാവുന്നതേ ഉള്ളൂ. കുറേ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ എഴുതിയിട്ട് ഏത് അതായത് ഒരു പ്ലേസ് നിങ്ങൾക്ക് കിട്ടും. അതായത് ഈ പിക്ചേഴ്സിൻ്റെ എല്ലാം ഇപ്പം മിസ്സ് ഒരെണ്ണം പറയാം. ഫസ്റ്റ് പീകോക്ക്, അപ്പോൾ അതിൻ്റെ പി എഴുതുക, അംബ്രല്ലയുടെ യു എഴുതുക, നെസ്റ്റിൻ്റെ എൻ, എലിഫൻറ്റിൻ്റെ ഇ, അങ്ങനെ ബാക്കിയുള്ളതും അങ്ങ് കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് അവിടെ പ്ലേസ് കിട്ടും. അപ്പം പ്ലേസ് ഇപ്പം മിസ് എഴുതിയിട്ടുണ്ട്, പക്ഷേ ഇപ്പം മിസ് പറയുന്നില്ല. നിങ്ങളത് ഫസ്റ്റ് എഴുതുക. എന്നിട്ട് ഫൈൻഡ് ഔട്ട് ദ സ്റ്റേറ്റ്സ് ഇൻ വിച്ച് ദീ സിറ്റീസ് ലൈ. ഇപ്പം നമുക്ക് കുറേ സിറ്റീസിൻ്റെ പേര് കിട്ടും. അത് ഏത് സ്റ്റേറ്റിലാണെന്ന് കണ്ടുപിടിക്കണം കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ മിസ് അതിൻ്റെ ആൻസർ ഒന്നും കൂടെ ഡിസ്കസ് ചെയ്യാം. ഇപ്പം നിങ്ങളിതൊരു വർക്കായിട്ട് ചെയ്യുക. ഓക്കെ, so we are going to the lesson. In this lesson we will read about some cities in western India. ഇതിനകത്ത് നമ്മൾ വെസ്റ്റിലുള്ളതാണ്, അതായത് നമ്മുടെ ഇന്ത്യയുടെ വെസ്റ്റിലുള്ള കുറേ സ്റ്റേറ്റ്സിനെ പറ്റിയാണ് പഠിക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് മുംബൈ. ആദ്യമേ നമ്മൾ പഠിക്കാൻ പോകുന്നത് മുംബൈ എന്ന് പറയുന്നൊരു സിറ്റിയാണ്. മുംബൈ ഈസ് ദ ക്യാപിറ്റൽ ഓഫ് മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയുടെ ക്യാപിറ്റലാണ് മുംബൈ. ഇറ്റ് വാസ് ഏർലിയർ കോൾഡ് ബോംബെ. നേരത്തെ മുംബൈയുടെ പേര് ബോംബെ എന്നായിരുന്നു. ദ സിറ്റി ഈസ് സിറ്റുവേറ്റഡ് ഓൺ ദ വെസ്റ്റ് കോസ്റ്റ് ഓഫ് ഇന്ത്യ. അതായത് വെസ്റ്റ് സൈഡിൽ അറേബ്യൻ സീ ഉണ്ട്. അവിടെ ആ വെസ്റ്റ് കോസ്റ്റിലായിട്ടാണ് മുംബൈ സ്ഥിതി ചെയ്യുന്നത്. ഇറ്റ് ഫേസസ് ദി അറേബ്യൻ സീ. അത് എന്തിനെ ഫേസ് ചെയ്താണ് ഇരിക്കുന്നത്? അറേബ്യൻ സീയെ. മുംബൈ ഈസ് എ മേജർ പോർട്ട്. നമുക്കറിയാം സീ ഒക്കെ ഉള്ളപ്പോൾ അവിടെ കപ്പലുകളൊക്കെ വന്നെടുക്കാറുണ്ട് അല്ലേ. അപ്പോൾ അവിടെ ഒരു തുറമുഖമുണ്ട്. ഏറ്റവും മേജർ, ഇന്ത്യയിലെ ഒരു മേജർ പോർട്ടാണ് ഏത്? മുംബൈ എന്ന് പറയുന്നത്. അപ്പോൾ മുംബൈ മഹാരാഷ്ട്രയുടെ ക്യാപിറ്റൽ. നേരത്തെ മുംബൈയുടെ പേര് ബോംബെ എന്നായിരുന്നു. വെസ്റ്റ് കോസ്റ്റിലായിട്ടാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. എന്തിനെ ഫേസ് ചെയ്താണ്? അറേബ്യൻ സീയെ. ഇനി മുംബൈ ഒരു മേജർ പോർട്ടാണ് ഇന്ത്യയിലെ. ഇനി അതിൻ്റെ സൈഡിൽ തന്നെ ക്ലൈമറ്റ് പറയുന്നുണ്ട്. മുംബൈ ഈസ് വാം ആൻഡ് ഹ്യൂമിഡ് ഇൻ സമ്മർ. സമ്മറിൽ ഭയങ്കര വാമും ഹ്യൂമിഡും പോലെ നമ്മുടെ ഇവിടുത്തെ പോലത്തെ ക്ലൈമറ്റാണ്. ഇറ്റ് റെയിൻസ് ഹെവിലി ഫ്രം ജൂൺ ടു സെപ്റ്റംബർ. ജൂൺ തൊട്ട് സെപ്റ്റംബർ വരെ ശക്തിയായിട്ട് മഴ പെയ്യും. ഇറ്റ് ഈസ് നോട്ട് വെരി കോൾഡ് ഇൻ വിൻ്റർ. വിൻ്ററിൽ എന്തല്ല, വലിയ കോൾഡൊന്നുമില്ല. നോർത്തിൽ പക്ഷേ നമ്മൾ പഠിച്ചായിരുന്നു സമ്മർ ടു ഹോട്ടും വിൻ്റർ ടു കോൾഡും ആണെന്നല്ലേ. പക്ഷേ ഇവിടെ വെസ്റ്റ് സൈഡിൽ വരുമ്പോഴത്തേക്കിന് വാം ആൻഡ് ഹ്യൂമിഡാണ് സമ്മറിൽ. പിന്നെ ജൂൺ തൊട്ട് സെപ്റ്റംബറിൽ നല്ല മഴ കിട്ടുന്നുണ്ട്. പിന്നെ വിൻ്റർ സീസണിൽ നല്ല നോട്ട് വെരി കോൾഡ്, വലിയ തണുപ്പൊന്നും ഇല്ല. അതാണ് മുംബൈയുടെ ക്ലൈമറ്റ്. ഇനി പീപ്പിൾ സ്പീക്ക് മറാത്തി, ഹിന്ദി ആൻഡ് കൊങ്കണി. ഇനി അവിടെയുള്ള ആൾക്കാർ സംസാരിക്കുന്ന ഭാഷകൾ ഏതൊക്കെയാണ്? മറാത്തി, ഹിന്ദി, കൊങ്കണി. ഭേൽപൂരി, വടാപ്പാവ്, പാനിപൂരി ആൻഡ് പാവ് ഭാജി ആർ പോപ്പുലർ സ്നാക്സ്. ഇനി അവിടുത്തെ ഒരു പോപ്പുലർ ഫുഡ് ഐറ്റംസ് ആണ് ഭേൽപൂരി, വടാപ്പാവ്, പാനിപൂരി, പാവ് ഭാജി. അവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട് എല്ലാത്തിൻ്റെയും. അപ്പം ഇതൊക്കെ എന്താണ്? അവിടുത്തെ ആൾക്കാർ ഒത്തിരി പ്രിഫർ ചെയ്യുന്ന അല്ലെങ്കിൽ അവിടുത്തെ ഒരു സ്പെഷ്യൽ ഫുഡാണ്. ഗണേഷ് ചതുർത്ഥി ഈസ് ദ മോസ്റ്റ് പോപ്പുലർ ഫെസ്റ്റിവൽ. ഗണേഷ് ചതുർത്ഥി അവിടുത്തെ ഒരു പോപ്പുലർ ഫെസ്റ്റിവലാണ്. ഏതാണ്? ഗണേഷ് ചതുർത്ഥി. ബാന്ദ്ര വർലി സീലിംഗ് ഹാസ് റെഡ്യൂസ്ഡ് ട്രാവൽ ടൈം. നോക്കിക്കാൻ അവിടെ ബാന്ദ്ര വർലി എന്ന് പറയുന്ന സീ തമ്മിൽ കണക്ട് ചെയ്തേക്കുന്ന ഒരു പാലം, അവിടെ ബ്രിഡ്ജ് കാണാൻ പറ്റും. അത് ഒത്തിരി ട്രാവൽ ടൈം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ രണ്ട് സിറ്റീസിനെ കൂടെ കണക്ട് ചെയ്തേക്കുന്നത് മുംബൈയിലുള്ളതാണ് കേട്ടോ. ബാന്ദ്ര വർലി സീലിംഗ്, അത് ആ പിക്ചറിൽ കാണിച്ചേക്കുന്നത്. നെക്സ്റ്റ് അവിടുത്തെ ഇൻഡസ്ട്രീസ്. There are many industries such as medicines, oils, കെമിക്കൽസ് ആൻഡ് ഇലക്ട്രോണിക് ഗുഡ്സ്. ഒരുപാട് ഇൻഡസ്ട്രീസ് ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് മുംബൈ. എന്തിൻ്റെയൊക്കെ ഉണ്ട്? കുറേ മെഡിസിനൽ കമ്പനി ഉണ്ട്, ഓയിൽസ് ഉണ്ട്, പിന്നെ കെമിക്കൽസ്, പിന്നെ ഇലക്ട്രോണിക് ഗുഡ്സ്, അങ്ങനെ ഒരുപാട് ഇൻഡസ്ട്രീസ് ഉണ്ട് മുംബൈയിൽ. മുംബൈ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് സെൻറ്റർ ഓഫ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. തുണിമില്ലുകളും ഒരുപാടുള്ള, ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഒരുപാടുള്ള ഒരു സ്ഥലമാണ് മുംബൈ. ഇറ്റ് ഈസ് ഓൾസോ ദ സെൻറ്റർ ഓഫ് ഹിന്ദി ഫിലിംസ്. ഹിന്ദി ഫിലിംസിൻ്റെയൊക്കെ ഒരു സെൻറ്റർ. നമുക്കറിയാം ആക്ടേഴ്സൊക്കെ കൂടുതലായിട്ട് അവിടെ താമസിക്കുന്നുണ്ട്. പിന്നെ ഫിലിമിൻ്റെയൊക്കെ കുറേ ഇൻഡസ്ട്രീസും ഒക്കെ അവിടെയുണ്ട്. അതുപോലെ ടെലിവിഷൻ ഇൻഡസ്ട്രി. അപ്പോൾ ഫിലിം ആൻഡ് ടെലിവിഷൻ, ഹിന്ദി ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻഡസ്ട്രിയുടെ ഒരു സെൻറ്റർ തന്നെയാണ് മുംബൈ. ക്രൂഡ് ഓയിൽ ഹാസ് ബീൻ ഫൗണ്ട് ഇൻ ദ സീബെഡ് നിയർ കോസ്റ്റ്. അതായത് നമുക്ക് പെട്രോളൊക്കെ കിട്ടത്തില്ലേ, അത് ക്രൂഡ് ഓയിൽ, മണ്ണിന് ആഴത്തിൽ നിന്ന് ക്രൂഡ് ഓയിൽ കുഴിച്ചെടുത്ത് അതിൽ നിന്നാണ് നമുക്ക് പെട്രോൾ, ഡീസൽ, കെറോസിൻ അങ്ങനെയെല്ലാം കിട്ടുന്നത്. അങ്ങനെയുള്ള ക്രൂഡ് ഓയിലിൻ്റെ ഡെപ്പോസിറ്റ് ആ കോസ്റ്റിലായിട്ടുണ്ട്. അതായത് ആ അറേബ്യൻ സീയുടെ ആ കോസ്റ്റിലായിട്ട് മുംബൈയിലാണുള്ളത്. ഇനി ഈ എണ്ണയുടെ ഇത് കിട്ടുന്ന ആ സ്ഥലത്തിന് പറയുന്നത് മുംബൈ ഹൈ എന്നാണ്.
നേരത്തെ ബോംബെ ഹൈ എന്ന് പറയും. എന്താണ്? മുംബൈ ഹൈ. അവിടെ നിന്ന് നമുക്ക് പെട്രോളൊക്കെ അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഡിഗ് ചെയ്തൊക്കെ എടുക്കുന്നുണ്ട്, ക്രൂഡ് ഓയിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ അത് എവിടെയാണ്? മുംബൈ ഹൈയിലാണ് ഈ ക്രൂഡ് ഓയിലൊക്കെ കണ്ടെത്തിയത്. അവിടെ ആ സീബെഡിൽ എന്ന് പറഞ്ഞാൽ കടലിനടിയിൽ കുഴിച്ച് ചെല്ലുമ്പോൾ അവർക്ക് അവിടെ എന്ത് ചെയ്യും, ഈ ക്രൂഡ് ഓയിൽ കിട്ടും. എല്ലാ സ്ഥലത്തും അത് അവൈലബിൾ അല്ല. ഇന്ത്യയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് മുംബൈ. അതാണ് മുംബൈ ഹൈ, അല്ലെങ്കിൽ നേരത്തെ വിളിച്ചിരുന്നത് എന്താണ്? ബോംബെ ഹൈ. അപ്പോൾ ഇൻഡസ്ട്രീസ് മനസ്സിലായല്ലോ. അവിടെ ഒരുപാട് ഇൻഡസ്ട്രീസ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ മെഡിസിൻ, ഓയിൽസ്, കെമിക്കൽസ്, ഇലക്ട്രോണിക് ഗുഡ്സ്, അതുപോലെ തന്നെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഉണ്ട്. പിന്നെ ഹിന്ദി ഫിലിംസ് ആൻഡ് ടെലിവിഷൻ ഇൻഡസ്ട്രിയുടെ ഒരു സെൻ്ററാണ്. പിന്നെ ക്രൂഡ് ഓയിൽ നമുക്ക് അവിടെ സീബെഡിൽ കിട്ടും. അതുകൊണ്ട് ആ പ്ലേസ് മുംബൈ ഹൈ എന്നാണ് അറിയപ്പെടുന്നത്. നേരത്തെ അതിനെ ബോംബെ ഹൈ എന്നാണ് പറയുന്നത്. അപ്പോൾ ക്രൂഡ് ഓയിൽ കിട്ടുന്ന ബോംബെയിലെ സ്ഥലം ഏതാണ്? മുംബൈ ഹൈ, അല്ലെങ്കിൽ ഏർലിയർ ഇറ്റ് വാസ് കോൾഡ് ബോംബെ ഹൈ. നെക്സ്റ്റ് ഇനി അവിടുത്തെ ട്രാൻസ്പോർട്ടാണ്. മുംബൈ ഹാസ് വൺ ഓഫ് ദ ബെസ്റ്റ് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഇൻ ഇന്ത്യ. നല്ലൊരു ബെസ്റ്റ് പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഇന്ത്യയിലുള്ളത് മുംബൈയിലാണ്. മോസ്റ്റ് പീപ്പിൾ ട്രാവൽ ബൈ ലോക്കൽ ട്രെയിൻസ് ആൻഡ് മെട്രോ. അവിടെ ലോക്കൽ ട്രെയിൻസ് ഉണ്ട്, മെട്രോ ഉണ്ട്. ഇനി ദ ഛത്രപതി ശിവജി ടെർമിനസ് CST ഈസ് വൺ ഓഫ് ദ ബിസിയസ്റ്റ് റെയിൽവേ സ്റ്റേഷൻസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും തിരക്കേറിയ ഒരു റെയിൽവേ സ്റ്റേഷനാണ് മുംബൈയിലെ. ആ റെയിൽവേ സ്റ്റേഷൻ്റെ പേരെന്താണ്? ഛത്രപതി ശിവജി ടെർമിനസ്. അതുകൊണ്ട് നമുക്കറിയാം ശിവജിയുടെ മുംബൈയിലുള്ള ആ സ്റ്റാച്യു കൊടുത്തിട്ടുണ്ട്, ശിവജി, ഛത്രപതി ശിവജി. അദ്ദേഹത്തിൻ്റെ പേരിലാണ് ആ റെയിൽവേ സ്റ്റേഷന് പേര് കൊടുത്തേക്കുന്നത്. ഛത്രപതി ശിവജി ടെർമിനസ്, അല്ലെങ്കിൽ CST എന്ന് പറയും. ഏറ്റവും ബിസിയസ്റ്റ് ആണ് ഇന്ത്യയിലെ. മനസ്സിലായല്ലോ. വൺ ഓഫ് ദ ബെസ്റ്റ് ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉണ്ട്. കൂടുതൽ ആൾക്കാരും ലോക്കൽ ട്രെയിൻസിലും മെട്രോയിലും പോകും. ഇനി അവിടുത്തെ ഏറ്റവും ബിസിയസ്റ്റ് ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? ഛത്രപതി ശിവജി ടെർമിനസ്. നെക്സ്റ്റ് ഇനി അവിടുത്തെ ടൂറിസ്റ്റ് അട്രാക്ഷനൊക്കെയാണ്. ദ മോസ്റ്റ് ഫേമസ് ടൂറിസ്റ്റ് സ്പോട്ട് ഈസ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. നമുക്കറിയാം അവിടെ നമ്മൾ ഇന്ത്യ ഗേറ്റ് പഠിച്ചു. അതല്ല ഇത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയാണ്. അതായത് അതർ പ്ലേസസ് ടു സീ. അതായത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്ന് പറയാൻ നമുക്ക് അതിനെ അറിയപ്പെടുന്ന മുംബൈയിലാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാ സ്ഥലത്തു നിന്നും പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഒരു ഏരിയയാണ്, ഇന്ത്യയിലോട്ട് കയറാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഏത്? മുംബൈ. അതുകൊണ്ട് അവിടെ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയാണ് ഏറ്റവും ഫേമസ് ടൂറിസ്റ്റ് സ്പോട്ട്. പിന്നെ അതർ പ്ലേസസ് ഒക്കെ കമല നെഹ്റു പാർക്ക്, പിന്നെ താരാപൂർവാല അക്വേറിയം, മറൈൻ ഡ്രൈവ് ആൻഡ് SL വേൾഡ്. വേറെ പ്ലേസസ് ഇതൊക്കെയാണ്: കമല നെഹ്റു പാർക്ക്, താരാപൂർവാല അക്വേറിയം, മറൈൻ ഡ്രൈവ് ആൻഡ് SL വേൾഡ്. ബീച്ചസ് സച്ചാസ് ചൗപതി, ജുഹു, മാർവ് ആൻഡ് വെർസോവ ആർ ഓൾസോ പോപ്പുലർ. ഇനി അവിടുത്തെ വേറെ ബീച്ചസ് ഏതൊക്കെയാണ്? ചൗപതി, ജുഹു, മാർവ് ആൻഡ് വെർസോവ വേറെ പോപ്പുലർ ആയിട്ടുള്ളതാണ്. ഇനി എലിഫൻ്റ കേവ്സ് നിയർ മുംബൈ. അതായത് എലിഫൻ്റ കേവ്സ് എന്ന് പറയുന്ന ഒരു റോക്ക് കൊണ്ടുള്ള ഒരു ടെമ്പിൾ. അതായത് ഈ ഒത്തിരി വലിയ ഇതിനടിയിലായിട്ട്, അതായത് റോക്കിനകത്തുണ്ടാക്കിയിരിക്കുന്ന, ഗുഹയ്ക്കകത്തുണ്ടാക്കിയിരിക്കുന്ന ഒരു ടെമ്പിൾ പോലെയാണ്. കേവ്സിനകത്ത് ഒത്തിരി വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. എലിഫൻ്റ കേവ്സ് നിയർ മുംബൈ ഹൗ മെനി റോക്കഡ് ടെമ്പിൾസ്. അതിനകത്ത് ഒരുപാട് ടെമ്പിൾസൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ആ പാറയൊക്കെ കട്ട് ചെയ്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് എലിഫൻ്റ കേവ്സ് എന്ന് പറയുന്നത്. ദ ബെസ്റ്റ് വ്യൂ ഓഫ് മുംബൈ ക്യാൻ ബി ഹാർഡ് ഫ്രം മലബാർ ഹിൽസ്. അതായത് മലബാർ ഹിൽസിൽ നിന്ന് നോക്കുമ്പോൾ, നമ്മൾ ഇവിടെ കേരളത്തിലാണ് മലബാർ ഹിൽസ്, അവിടെ നിന്ന് നമുക്ക് നോക്കുമ്പോൾ നല്ല മുംബൈയുടെ ഒരു വ്യൂ കാണാൻ പറ്റും. അറ്റ് നൈറ്റ് ലൈറ്റ്സ് അലോങ് ദ മറൈൻ ഡ്രൈവ് ലുക്ക് ലൈക്ക് എ നെക്ലേസ്. അതായത് ഈ മറൈൻ ഡ്രൈവിലെ ആ സ്ട്രീറ്റ് ലൈറ്റ് ഇങ്ങനെ ലൈനായിട്ട് വരുമ്പം ആ ലൈറ്റ് എല്ലാം കൂടെ കത്തിയിരിക്കുമ്പോഴത്തേക്കിന് അതിനെ എങ്ങനെ കാണാൻ പറ്റും? ഒരു നെക്ലേസ് പോലെ കാണാൻ പറ്റും. ദിസ് ഈസ് വൈ ദിസ് സ്ട്രെച്ച് ഈസ് ഓൾസോ കോൾഡ് ക്വീൻസ് നെക്ലേസ്. അതുകൊണ്ടാണ് ഇതിനെ എന്ത് വിളിക്കുന്നത്? ക്വീൻസ് നെക്ലേസ് എന്ന് പറയുന്നത്. അപ്പം മറൈൻ ഡ്രൈവിൽ ആ സ്ട്രീറ്റ് ലൈറ്റ് എല്ലാം ഓണാക്കി കഴിയുമ്പോൾ ഒരു നെക്ലേസ് പോലെ ഫീൽ ചെയ്യും. ആ സ്ട്രെച്ചിനെ നമുക്ക് എന്ത് വിളിക്കാം? ക്വീൻസ് നെക്ലേസ്. അപ്പോൾ ഒന്നും കൂടി പറയാം. ടൂറിസ്റ്റ് അട്രാക്ഷൻ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ, കമല നെഹ്റു പാർക്ക്, താരാപൂർവാല അക്വേറിയം, മറൈൻ ഡ്രൈവ് ആൻഡ് SL വേൾഡ്. അവിടുത്തെ ബീച്ചസ് ചൗപതി, ജുഹു, മാർ, വെർസോവ. ഏറ്റവും ഫേമസ് ജുഹു, ചൗപതിയൊക്കെയാണ്. ദ എലിഫൻ്റ കേവ്സ് നിയർ മുംബൈ ഹാസ് മെനി റോക്കഡ് ടെമ്പിൾസ്. ഇനി എലിഫൻ്റ കേവ്സ് ഉണ്ട്, അതുപോലെ ഒരുപാട് പാറയിൽ കുത്തിയ ടെമ്പിൾസ് ഉണ്ട്. ഇനി മുംബൈയുടെ ഒരു വ്യൂ എവിടെ നോക്കുമ്പോഴാണ്? മലബാർ ഹിൽസ്. ആ നൈറ്റിലൊക്കെ അവിടുത്തെ മറൈൻ ഡ്രൈവിലെ സ്ട്രീറ്റ് ലൈറ്റ്സ് എല്ലാം ഓണാക്കുമ്പോൾ ഒരു നെക്ലേസ് പോലെ തോന്നിക്കും. അതുകൊണ്ട് അതിനെ ക്വീൻസ് നെക്ലേസ് എന്ന് വിളിക്കും. അപ്പോൾ ഇത്രയാണ് മുംബൈയെ പറ്റി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്സൊക്കെ ഓർത്ത് വെക്കുക. ഇനി ആ നെക്ലേസ് പോലെ കാണിക്കുന്നത് മറൈൻ ഡ്രൈവ് കണ്ടോ, ഒരു മാല പോലെ നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ദാറ്റ് ഈസ് അബൌട്ട് മുംബൈ. ഇന്ന് മിസ് മുംബൈ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. എല്ലാവരും റീഡ് ചെയ്യണം കേട്ടോ. ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സൊക്കെ വായിക്കണം. ഓക്കെ, താങ്ക് യു.